ടോവിനോയുടെ ഈ ഒരു ഔട്ട്ഡോർ ഇമേജിനെ എങ്ങനെയാണ് ഇതുപോലൊരു മൂടി ഫോട്ടോയ്ക്ക് മാറ്റുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള PSCC മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ. ഇറ്റ്സ് മീ അൻഷാദ് നിസ. ലെറ്റ്സ് ഇൻട്രോ. PSCC എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്യാൻവാസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോവിനോടെ PNG ഇമേജിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറൈസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇറൈസ് ചെയ്തതാണ്. കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം അവിടെ ഒരു PNG ആയിട്ടുള്ള ഇമേജാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഫോറസ്റ്റിൻ്റെ ഇമേജും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഈ ഇമേജിനെ നമുക്ക് കറക്റ്റ് ആവശ്യമായിട്ടുള്ള ഭാഗം മാത്രം ഒന്ന് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്തെടുക്കാം. ചിത്രത്തിൻ്റെ ബാക്ക് ലെയറായിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് ലെയർ ആക്കിയിട്ടുണ്ട്. ആ രണ്ട് ഇമേജും കൂടെ നമുക്കൊന്ന് കോമ്പോസിഷൻ കറക്റ്റാക്കി വയ്ക്കാം. ഓക്കെ, ഇത് മതിയാവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു ഗ്രാസിൻ്റെ ഇമേജാണ്. ആ ഒരു ഗ്രാസിൻ്റെ ഇമേജ് വെച്ചിട്ട് ആ ഒരു കാലിൻ്റെ ഭാഗം നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതൊരു നാച്ചുറാലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഹൈഡ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആ കാല് ഹൈഡാവുന്ന രീതിക്കൊന്ന് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറകിലേക്ക് എടുത്തിടാം. അപ്പോൾ കുറച്ചുകൂടി തിക്കായിരിക്കും കാണാൻ വേണ്ടി. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്നുള്ള ഇത് രണ്ടും കൂടി മെർജ് ചെയ്യാം. അതായത് ഈ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത രണ്ട് ഗ്രാസിൻ്റെ ഇമേജും കൂടി മെർജ് ചെയ്യാം. മെർജ് ചെയ്തിട്ട് നമുക്ക് എഫക്ട്സിനകത്ത് ബ്ലറുണ്ട്. ആ ഒരു ബ്ലർ കൊടുക്കാം, ഗോഷൻ ബ്ലർ കൊടുക്കാം. ബ്ലർ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫോർഗ്രൗണ്ട് എപ്പോഴായാലും ബ്ലറായിട്ടിരുന്നാലേ കാണാൻ ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഫോർഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഗ്രാസിൻ്റെ ഇമേജ് നമ്മളിവിടെ ബ്ലർ കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു ഗ്രാസിൻ്റെ ഇമേജ് ഒന്നും കൂടി ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ബ്ലർ ആയപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ ഫെദർ വീണിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് വയ്ക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കർവ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കൊണ്ടുവച്ച ഗ്രാസിൻ്റെ ആ ഒരു ഗ്രീൻ കളറും കൂടി ഒന്ന് മാച്ച് ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ച് ഫെയ്ഡഡ് ആയിട്ടുള്ള സാച്ചുറേഷൻ ഇല്ലാത്തൊരു ഗ്രീനാണ് നമുക്കത് വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് കർവ് യൂസ് ചെയ്തിട്ട് തന്നെ കർവിലെ റെഡും ഗ്രീനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു കളർ തമ്മിൽ ഞാൻ ഒന്ന് മാച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൊണ്ടുവച്ച ഗ്രാസിൻ്റെ കളറും ഒരേ ടോണിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫോറസ്റ്റിൻ്റെ, അതും കൂടി കുറച്ചൊന്ന് ബ്ലർ ചെയ്യാണ്. കാരണം നമുക്ക് ആ ഒരു ഡെപ്ത്ത് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ കുറച്ച് ബ്ലർ ചെയ്തിട്ട് ആ ഒരു കുറച്ച് വഴി കാണാൻ പറ്റുന്ന ഒരു പാർട്ട് മാത്രം നമുക്ക് ഒന്ന് ബ്ലർ എറേസ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഫോർഗ്രൗണ്ടും ബ്ലറായിരിക്കും. നമ്മളെ സബ്ജക്റ്റ് നല്ല ഷാർപ്പായിട്ടിരിക്കും. അതുപോലെ തന്നെ ആ ഒരു വഴിയായിട്ട് കാണിക്കുന്ന ആ ഒരു ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് സെറ്റാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ നമ്മളെ ടോവിനോയുടെ PNGയും ഫ്രണ്ടിലെ ആ ഒരു ഫോർഗ്രൗണ്ട് ആയിട്ടുള്ള ഗ്രാസും, ഇത് മൂന്നും കൂടി ഒരേ കളർ ടോണിലേക്ക് എത്തിക്കാൻ പോവാണ്. അതായത് ആ ഒരു ടോട്ടൽ അതിനൊരു കളർ ടോണുണ്ട്. ആ ഒരു ടോണിലേക്ക് നമ്മളുടെ കർവ് യൂസ് ചെയ്തിട്ട് അതിൽ RGB ഒക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്തൊന്ന് ഞാൻ ഒരേ ടോണിലാക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഒരേ ടോണിലായിട്ടുണ്ട്. നമ്മളെ പിക്ക് മൊത്തത്തിലൊരു ഗ്രീൻ, ഒരു ഫേഡഡ് ഗ്രീനിൻ്റെ ഒരു ടോണിലെത്തിയിട്ടുണ്ട്.
നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ടോവിനോയുടെ PNG ഇമേജിൻ്റെ എഡ്ജൊക്കെ എല്ലാം നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു കട്ട് ചെയ്തൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ ആ ഒരു എഡ്ജ് മാത്രം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്ത് നമുക്ക് ആ ഒരു എഡ്ജിൻ്റെ ഒന്ന് സോഫ്റ്റ് ആക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ എല്ലാം കൂടെ ഫ്ലാറ്റ് ചെയ്ത് മെർജ് ചെയ്ത് ഒറ്റ ഇമേജ് ആക്കും. ഇതിനെ സേവ് ചെയ്തിട്ട് PNG ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്തിട്ട് നേരെ നമ്മളുടെ ലൈറ്റ്റൂം മൊബൈലിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇനി ഞാൻ എൻ്റെ ഒരു പ്രീസെറ്റും കൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൂഡി ലുക്ക് റെഡി. ഈ ഒരു ഫോട്ടോയിൽ കൂടുതലായിട്ടുള്ളത് ആ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ പവറാണല്ലേ. അപ്പോൾ ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ട്യൂട്ടോറിയൽ രീതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു രീതി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ചുരുക്കണോ എങ്ങനെയാണെന്നുള്ളതും കൂടി വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു ഇടിവെട്ട് വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.